ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് ഞാനുണ്ടല്ലോ നല്ലൊരു സൂപ്പർ ടിപ്സും കൊണ്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ മുഖത്തുള്ള കലകളും പാടുകളൊക്കെ മാറി മുഖം നല്ല നിറം വയ്ക്കാനും നല്ല ഗ്ലോ കിട്ടാനൊക്കെ പറ്റിയൊരു ഈസി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഡെയിലി നമ്മുടെ മുഖത്ത് തേക്കുവാണെങ്കിൽ നല്ലൊരു ചേഞ്ച് നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും. മുഖം നല്ലൊരു ഗ്ലോ കിട്ടും, പിന്നെ മുഖത്ത് പാടുകളൊക്കെ മാറി കിട്ടും കേട്ടോ. പിന്നെ ഞാനിത് നല്ല അടിപൊളി ഒരു താളിയും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. മുടി നന്നായിട്ട് വളരാൻ, അതായത് എത്ര വളരാത്ത മുടിയും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു താളി കേട്ടോ. ചെമ്പരത്തി താളിയല്ല, വേറൊരു താളിയാണ്. സൂപ്പർ താളിയാണ്. നമ്മുടെ മുടിയൊക്കെ ഇല്ലേ, മുടിയെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ. എത്ര ചകിരി പിടിച്ച മുടിയും ഈ ഒരു താളി തേക്കും മുടി നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. നല്ല അടിപൊളി ഒരു താളിയാണ്. അതും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയറൊക്കെ ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് പോയേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് നമ്മൾ കർക്കിടക മാസം തുടങ്ങുവാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന് മഞ്ഞൾ വെച്ചുള്ള ഫേസ് പാക്ക് മുഖത്ത് ഇടാമെന്ന് കരുതി. മഞ്ഞളുണ്ടല്ലോ മുഖം നിറം വയ്ക്കാനും കുഞ്ഞു കുഞ്ഞു കുരുക്കളും ഒക്കെ മാറി മുഖം നല്ല ഗ്ലോ കിട്ടാനും നല്ലൊരു സൂപ്പറാകാനൊക്കെ പറ്റിയ സാധനമാട്ടോ മഞ്ഞൾ. അപ്പം ഞാനിന്ന് പച്ച മഞ്ഞളാണ് എടുത്തേക്കണത്. ഒരു ചെറിയൊരു മഞ്ഞൾ എടുത്തിട്ട് അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ച് പച്ചമഞ്ഞൾ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു സാധനം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ തൈരാണ് മിക്സ് ചെയ്യണത്. കുറച്ച് തൈര് ഇതാ എടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നല്ലതാട്ടോ. മുഖത്തെ പാടുകളും കലകളും ഒക്കെ മാറിക്കിട്ടേ നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ രാമായണ മാസമൊക്കെ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന മഞ്ഞൾ വെച്ചുള്ള പാക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ഇത് നമുക്ക് ദിവസം മുഖത്തങ്ങ് തേക്കാവുന്നതാണ് കേട്ടോ. ഇത് മുഖത്ത് മാത്രമല്ല കഴുത്തിലും കാലിലും ഒക്കെ തേച്ചെടുക്കാം. മുഖത്തുള്ള രോമമൊക്കെ പൊഴിഞ്ഞു പോകാനൊക്കെ പറ്റിയ നല്ലൊരു സാധനമായിട്ട് മഞ്ഞൾ. ഒരു ഈസി പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കണേ. കാരണം ഇത് നമുക്ക് കർക്കിടക മാസം ആയതുകൊണ്ടേ ഞാൻ വിചാരിച്ച് മഞ്ഞൾ തന്നെ ആരംഭിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നെറ്റിയുടെ സൈഡിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി. പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കരുത്. നമ്മൾ തന്നെ ഉണക്കി പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയിൽ അതായാലും മതി. അല്ലെങ്കിൽ പച്ചമഞ്ഞളായാലും കസ്തൂരി മഞ്ഞളായാലും പ്രശ്നമില്ല കേട്ടോ. കസ്തൂരി മഞ്ഞൾ എല്ലാവർക്കും പിടിക്കണമെന്നില്ല. അതിൻ്റെ പുകച്ചിൽ എല്ലാവർക്കും അങ്ങ് പിടിക്കില്ല. അതൊരു ചെറുതായിട്ട് പുകച്ചിലുണ്ടല്ലോ കസ്തൂരി മഞ്ഞളിന്. ഈ സാധാ മഞ്ഞളിന് അത്രയും പ്രശ്നമില്ല. ഇതിൻ്റെ നീരാട്ടോ ഞാൻ മുഖത്ത് വെച്ചത്. ഇതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തേക്കാം. ഇങ്ങനെ തേക്കുമ്പോൾ എൻ്റെ മേത്താവുന്നുണ്ട്. ഇതിൻ്റെ നീര് മാത്രമാണ് എടുത്തേക്കുന്നത്. മഞ്ഞളിൻ്റെ ആ നീര്, മഞ്ഞളും തൈരും ചേർത്ത ആ ഒരു നീരില്ലേ, അതാണ് ഞാൻ ആദ്യം തേച്ചത്. അപ്പോൾ രാവിലെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിരിക്കായിരിക്കും അല്ലേ. ഞാൻ മാത്രം കുളിച്ചില്ല കേട്ടോ. എനിക്ക് രാവിലത്തെ കുളി അത്ര ശരിയാവില്ല. രാവിലെ വെച്ചാൽ നേരം ഒരു 5 മണി 6 മണിയൊക്കെ കുളിക്കണ്ടേ, അത് പറ്റില്ല കേട്ടോ. കാരണം പിള്ളേർക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് ആ കാര്യം നടക്കത്തേ ഇല്ല. അപ്പോൾ പിള്ളേരെയൊക്കെ വിട്ടതിന് ശേഷമായിട്ട് ഞാനിന്ന് കുളിക്കാൻ നോക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാക്കൊക്കെ ഇട്ടിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. എന്തായാലും താമസിക്കും, സാരമില്ലാന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെയൊക്കെ വിചാരിച്ചു രാവിലെ തന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കുളിക്കുന്നത്. പക്ഷേ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റത്തില്ല. പിന്നെ തലയിൽ എണ്ണ തേച്ച് നിൽക്കാൻ ഞാനൊരു അരമണിക്കൂറൊക്കെ തല എണ്ണ തേച്ച് അങ്ങ് ഇരിക്കും കേട്ടോ. പിന്നെ എനിക്ക് താളിയൊക്കെ തേക്കാനുണ്ട്. അപ്പോൾ അതിനൊന്നും എനിക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേരെ പറഞ്ഞു വിട്ടിട്ട് സാവധാനത്തിൽ കുളിയൊക്കെ കഴിയാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പം ഞാനിതാ എൻ്റെ മുഖത്ത് ഈ പാക്കങ്ങ് എടുത്തിട്ടുണ്ട്. എൻ്റെ കഴുത്തിൽ അങ്ങ് തേച്ച് വെക്കണം കേട്ടോ. കഴുത്തിന് ചുറ്റുള്ള കറുപ്പ് കുറയാനും നല്ല അടിപൊളി പാക്കാണ്ടി മഞ്ഞളും തൈരും ചേർത്തുള്ള ഈസി ഫേസ് പാക്ക് നമ്മുടെ കൈകളിലൊക്കെ തേച്ചെടുക്കുക. അപ്പം മുഖത്ത് തേക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. നല്ലൊരു യെല്ലോയിഷ് കളർ നമ്മുടെ മുഖത്ത് ഉണ്ടാവും കേട്ടോ. ഒരുപാട് മഞ്ഞളിപ്പൊന്നും ഉണ്ടാവില്ല. സാധാരണ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോണ്ടല്ലോ അത്യാവശ്യം മഞ്ഞൾ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കും. പക്ഷെ പച്ചമഞ്ഞൾ നമ്മൾ പാക്കിൽ അങ്ങ് ഉൾപ്പെടുത്തുമ്പോൾ അധികം മഞ്ഞൾ മുഖത്ത് ഇരിക്കില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിൽ തൈരും കൂടി ചേർക്കുന്നതിന് അധികം മഞ്ഞൾ തോന്നത്തില്ലേ. എന്നാലും ചെറിയ രീതിയിലൊരു മഞ്ഞൾക്കുണ്ട്, അതൊന്നും സാരമില്ല. അപ്പം ഞാനിതാ കഴുത്തിലും മുഖത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ മുഖത്തങ്ങ് വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി നേരം വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഞാൻ എന്തായാലും ഒരു 15-20 മിനിറ്റൊക്കെ വെക്കത്തുള്ളൂ. അത് കഴിഞ്ഞ ശേഷം കഴുകി കളയുവേ. ഞാൻ നിങ്ങൾക്കൊരു താളിയും കൂടി ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു സൂപ്പർ താളിയാണ് കേട്ടോ. എത്ര ചകിരി പോലെ ഇരിക്കുന്ന മുടിയും ആ മുടി ഒന്ന് സോഫ്റ്റ്നെസ് ആകാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി താളിയാണ്. ചെമ്പരത്തി താളി അല്ല കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം എന്ത് താളിയാണെന്ന്. ഈ താളി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ അറിയാത്ത കൂട്ടുകാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മുടി കൊഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കട്ടിൽ മുടി കൊഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് ഈ താളി തേച്ചാൽ നല്ല ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെ നല്ലവണ്ണം മാറി കിട്ടും. നമുക്കിത് എല്ലാ ദിവസവും ഈ താളി തേച്ച് നമുക്ക് തലമുടി കഴുകുവാണെങ്കിൽ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. പിന്നെ എന്താ പറയുക, മുടിക്കായ അതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വരാതിരുന്നോളൂ കേട്ടോ. പിന്നെ മുടിയിലെ അഴുക്കൊക്കെ മാറി മുടി നല്ല ക്ലിയർ ആയിട്ട് നല്ല എന്താ പറയുക, നല്ല ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ വളർന്നോളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കർക്കിടക മാസം തുടങ്ങാനുള്ളൂ. അപ്പോൾ ഇന്ന് തൊട്ട് ഒരു മാസം വരെ മുടി തന്നെ കഴുകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. താളിയൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ച് താളിയൊക്കെ തേച്ച് കഴുകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ ആഴ്ചയിൽ 3 തവണയെ തല കഴുകാറുള്ളൂ. മേലൊക്കെ കഴുകാറുണ്ട്, പക്ഷെ തല 3 തവണയെ കഴുകാറുള്ളൂ. അപ്പം മുടി കൊഴിച്ചിലൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് അങ്ങ് കൊഴിയാറില്ല, എന്നാലും കുറച്ചൊക്കെ കൊഴിയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതൊക്കെ ഇങ്ങനെ ദിവസം തല കഴുകുമ്പോൾ മുടി കൊഴിച്ചിൽ വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആഴ്ച 3 തവണ മാത്രം തല കഴുകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ കർക്കിടക മാസം തുടങ്ങിയല്ലോ. അപ്പം നമ്മൾ മഞ്ഞൾ തേക്കണം, ഇനിയിപ്പോൾ എണ്ണയൊക്കെ തേക്കണം, കയ്യിലും കാലൊക്കെ ഇനി എണ്ണയൊക്കെ തേക്കണം. അപ്പോൾ അന്ന് ചെന്നാൽ പിന്നെ എണ്ണയൊക്കെ തേച്ചൊന്ന് പുളിയും കൂടെ ഒന്ന് പാസ്സാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് തൊട്ട് ഒരു മാസം വരെ ഞാൻ തല നനയ്ക്കാൻ പോവാണ് കേട്ടോ. അത് നമ്മുടെ താളിയൊക്കെ ഉപയോഗിച്ചാണ്. ഒരുപാട് താളിയുണ്ട്. ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് സാധനം നമ്മുടെ ചുറ്റിനുണ്ട് കേട്ടോ. മുക്കുറ്റുണ്ട്, കുറുന്തോട്ടിയുണ്ട്, അങ്ങനെ ഒരുപാട് അറിയാവുന്ന പേരുകളൊക്കെ കുറച്ച് പേരുകളൊക്കെ ഉള്ളൂ. അറിയാത്ത പേരുള്ള കുറേ സസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഓരോ വെറൈറ്റി താളിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ പിള്ളേരെ കൊണ്ടുവിടുന്ന സ്ഥലത്തുണ്ടല്ലോ, അവിടെ സ്കൂളിൻ്റെ വഴിയിലൊക്കെ ഒരുപാട് മുക്കുറ്റും കുറുന്തോട്ടിയൊക്കെ ഞാൻ അങ്ങനെ കണ്ണുവെച്ചിട്ടുണ്ട്. അതൊക്കെ വരുമ്പോൾ ഇനി നാളെ മറ്റന്നാളൊക്കെ നമുക്ക് പറിക്കണമല്ലോ. അതൊക്കെ വെച്ചുള്ള താളിയൊക്കെ ഉടനെ വരും കേട്ടോ. അപ്പം മുടി നന്നായിട്ട് വളരാനും ഈ കർക്കിടക മാസത്തിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണ്ടേ. അതുമാത്രം നമ്മുടെ ആഹാരം കൂടെ നമ്മൾ കഴിക്കണം. അതായത് ഉലുവാക്കഞ്ഞി, കർക്കിടക്കഞ്ഞി, അങ്ങനെ ഒരുപാട് കഞ്ഞികളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് കർക്കിടക്കഞ്ഞി ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. പക്ഷേ ഉലുവാക്കഞ്ഞി ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്കത് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ കർക്കിടക്കഞ്ഞി അതിനുള്ള മരുന്നുകളൊക്കെ നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. എന്താ പറയുക, ചെറുളയുണ്ട്, പിന്നെ കയ്യൂന്നി, മുക്കുറ്റി, എല്ലാ സാധനങ്ങളും ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ തപ്പി പിടിക്കണം. ഈ മഴയത്തൊക്കെ തപ്പി പിടിക്കുന്ന മാത്രം ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് ഒരിക്കലെങ്കിലും കർക്കിടക്കഞ്ഞി കുടിക്കണമെന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. അത് ഞാൻ ഗൂഗിളിൽ നോക്കി എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാ രീതിയും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പറിച്ച് വെച്ചിട്ട് വേണം അതിന് ഉണ്ടാക്കി കഴിക്കാൻ. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല സാധനമാണ് കർക്കിടക്കഞ്ഞി. ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുവരെ കഴിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഈ കർക്കിടക മാസം കഴിയുന്നതിന് മുന്നേ എന്തായാലും കഴിച്ചിരിക്കും. അതിനുള്ള ഇലകളൊക്കെ നമ്മളൊന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഇത് ഞാൻ മുഖത്തങ്ങ് തേച്ചെടുത്തിട്ട് ഇപ്പോൾ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റും കൂടെ വെച്ചിട്ട് ഞാൻ എന്തായാലും കഴുകി കളയേ. ഇനി ഞാൻ തലയിൽ എണ്ണയൊക്കെ വെച്ചിട്ട് താളിയും കൂടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന താളി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയിലത്താളിയാണ്. ഈ വെള്ളിയിലത്താളി ഉണ്ടല്ലോ, നമ്മുടെ തലമുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ അത് കുറച്ചധികം ഇലകൾ എനിക്ക് അമ്മ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ഇത്തിരി ഇലയെ ചോദിച്ചിട്ടു, പക്ഷേ അമ്മ ഇതൊക്കെ ഒരുപാട് ഇലകൾ എനിക്ക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒറ്റ ദിവസത്തേക്ക് ആവശ്യമില്ല, നമുക്കിത് കുറച്ച് ഇല മാത്രം മതി. ബാക്കി ഇല ഞാൻ അതിൻ്റെ ഇല മാത്രം പറിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് ഒരു കൂടിനകത്ത് കെട്ടി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് താളിയുള്ള നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാമല്ലോ. ചെമ്പരത്താളിക്ക് പകരം നമുക്ക് വെള്ളിയിലത്താളി ഉപയോഗിക്കാം.
അപ്പോൾ ചെമ്പരത്തി താളി നല്ല തന്നെയാണ്, പക്ഷേ അതിനേക്കാളും ഏറ്റവും കൂടുതൽ മുടി നല്ല സോഫ്റ്റ് ആവുന്ന സാധനം ഈ വെള്ളിലത്താളിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ വെള്ളിലത്താളി ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഇല എടുത്തിട്ട് നല്ല വൃത്തി കഴുകി ഒരു പാത്രത്തിൽ അങ്ങ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കട്ടോ. അതായത് ഈ ഇലയൊക്കെ ഒന്ന് വാട്ടി കിട്ടണം. വാടി കിട്ടിയാലേ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഒരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ. കൈകൊണ്ട് ഇങ്ങനെ ഞെവിടെ ഇല ഞെവിടി നമുക്ക് ഇതിൻ്റെ കൊഴുപ്പ് കിട്ടത്തുള്ളൂ. ഇങ്ങനെയാട്ടോ ഞാൻ താളി ഉണ്ടാക്കണത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയും മുടിക്ക് നല്ല കട്ടി ഉണ്ടാവുകയൊക്കെ ചെയ്യണത്. അപ്പം ഇത് എനിക്ക് പറഞ്ഞു തന്നത് ഇവിടെ അമ്മയാട്ടോ. ഞാൻ വന്നപ്പോൾ തൊട്ട്, കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് അമ്മ എനിക്ക് വെള്ളിലത്താളി ഉണ്ടാക്കി തന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഗുണം കൂടുതൽ കിട്ടുള്ളൂ എന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ, നമ്മൾ സാധാരണ ചെമ്പരത്തിയുടെ ഇല ഇങ്ങനെ താളി ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഒരു കൊഴുപ്പ് കിട്ടും കേട്ടോ. താളിയുടെ ആ രൂപം നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷമായിട്ട് നമ്മളിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇലയ്ക്ക് നല്ല തിളച്ചിരിക്കുന്ന ഇലയില്ലേ, നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പം അത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഞെവിടി ആ സത്ത് മൊത്തം അങ്ങ് എടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് അരിച്ചിട്ട് വേണം തലമുടി തേച്ച് കൊടുക്കാൻ കേട്ടോ. കണ്ടോ അതിൻ്റെ പത വരുന്ന കണ്ടോ? ഇതാണ് നമ്മൾ തലയിൽ തേക്കുന്നത്. അപ്പം ഞാനിതാ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടല്ലോ, നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. മഞ്ഞളും തൈയും ചേർത്ത് അടിപൊളി പാക്കാണിത്. അപ്പം ഞാൻ കഴുകി കഴിഞ്ഞപ്പോൾ ചെറിയ എണ്ണമയൊക്കെ മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കടലമാവ് ഉപയോഗിച്ചാട്ടോ മുഖം കഴുകിയത്. ഇപ്പം ഇത്തിരി പൗഡറൊക്കെ ഇട്ടിട്ടാട്ടോ വന്നേക്കണത്. പിന്നെ നമ്മുടെ താളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി താളിയാണ്. നമ്മുടെ മുടിയൊക്കെ നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും പറ്റിയ സൂപ്പർ ഒരു താളി തന്നെയാട്ടോ വെള്ളിയിലെ താളി. ചെമ്പരത്തി താളിക്ക് പോലും ഇത്രയും സോഫ്റ്റ്നെസ് ഇല്ല കേട്ടോ. ഇത്രയും നല്ല അടിപൊളി താളിയാണ് വെള്ളിയിലെ താളി കേട്ടോ. ഈ രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇലയിലേക്കൊന്ന് വാട്ടി തിളപ്പിക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇല നന്നായിട്ട് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മൊത്തം ഊച്ചിയെടുക്കുക കേട്ടോ. അത് പിഴിഞ്ഞ് കിട്ടും. നന്നായിട്ട് പിഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ പതയൊക്കെ കിട്ടും. ആ താളിയൊക്കെ നന്നായിട്ട് കിട്ടും. എന്നിട്ട് അത് ഒന്ന് അരിച്ചെടുത്തിട്ട് തലമുടി തേക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ, പ്രത്യേകിച്ച് ഈ ചുരുണ്ട മുടി, എന്നെ പോലത്തുള്ള ചുരുണ്ട മുടികളിലൊക്കെ ഈ ഇല കുഞ്ഞു ഇലയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പം അതൊക്കെ ഉണങ്ങി ചിലപ്പോൾ അത് മുടി പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മാത്രം നിങ്ങൾ തലയിൽ തേച്ചാൽ മതിയെ. തലമുടിക്ക് നന്നായിട്ട് വളരാനും ചകിരി പോലുള്ള മുടിക്കൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനും പറ്റിയ ഒരു താളിയായിട്ട് വെള്ളിയില താളി. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു സംഭവമായിട്ട് വെള്ളിയില. നമ്മുടെ ഇവിടെ ചുറ്റുപാടത്തൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന വെള്ളിയില അത് പോയി. അതുകൊണ്ട് ഞങ്ങൾ തോടിൻ്റെ സൈഡിലുള്ള അവിടെ നിന്നാണ് പറിച്ചത്. അപ്പോൾ അത് തോടിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ സൈഡിലൊക്കെ ഒത്തിരി ഇഷ്ടംമാതിരി ഉണ്ട്. ഇപ്പോൾ വെള്ളിയത്താളി ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ ഇലയും നല്ല തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ അല്ല താളിയായിട്ട് എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഇരിക്കട്ടെ വിചാരിച്ചാലും വെള്ളിയിലത്താളി നിങ്ങളിന്ന് പരിചയപ്പെടുത്തിയിട്ട് നല്ല സൂപ്പർ താളിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.